സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതഹസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുടിരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം തത്താവത് ബാധിതാക്ഷാൽ ഗുരുവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയത്തിൽ ആ ഈശ്വര കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവത് സ്തുതികൾ ചെയ്തുകൊണ്ട് സംഗാപയൻ ഗുണഗണം തവ സുന്ദരീബി സംഗാപയൻ നർത്ഥം. സുന്ദരികളെ കൊണ്ട് പാടിച്ചുകൊണ്ട് എല്ലാ സംഘവും വിട്ട് ചിത്രകേതു സഞ്ചരിച്ചു. എന്തിനപ്പം സ്ത്രീകളെ കൊണ്ട് പാടിച്ചത്? സ്വയം പാടിയ പോരെ. സ്ത്രീകളുടെ ആ ഒരു ആലാപനം ഇഷ്ടമുള്ളവർ ലോകത്തിലുണ്ട്. അപ്പോൾ ഒരു വലിയ മഹാപരാധമൊന്നുമല്ല, അവരുടെ ശബ്ദം ഇഷ്ടമാണ്. കീർത്തനങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകൾ പാടുന്നതിന് ഇഷ്ടമുള്ളവരുണ്ട്, പുരുഷന്മാർ പാടുന്നവർ ഇഷ്ടമുള്ളവരുണ്ട്. ആ സ്ത്രീകൾ പാടുന്നവരിലും കേട്ടിട്ട് അവരും ഇതിലേക്ക് വരട്ടെ എന്നുള്ള സതുദ്ദേശമേ അതിലുള്ളൂ. അല്ലാണ്ട് സ്ത്രീകളുടെ കൂടെ നടന്നു, സ്ത്രീകളിൽ ആസക്തി വെച്ച് നടന്നു എന്നതിനർത്ഥമില്ല കേട്ടോ. അതുകൊണ്ടാണ് തവ ഗുണഗണം സുന്ദരീബി സംഗാപയൻ എന്ന് പറയുന്നത്. യോഷിതാംഗീതം, സ്ത്രീകളുടെ പാട്ട് ഉണ്ടെങ്കിലൊന്ന് കേൾക്കാം, തർക്കടില്ല എന്ന് വിചാരിക്കണവരും കേൾക്കട്ടെ. പക്ഷെ അവരെന്താണ് കേൾക്കുന്നത്? ഈശ്വരകീർത്തനങ്ങളെ ഇവിടെ ഉള്ളൂ, അദ്ദേഹം പാടിക്കണുള്ളൂ. അങ്ങനെ അവരുടെ ആ വാസന പോയിട്ട് ഈശ്വരഭാവത്തിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോട് സുന്ദരീബി സംഗാപയൻ, സ്ത്രീകളെ കൊണ്ടും പാടിച്ചു എന്നർത്ഥം. ആര് പാടിയാൽ എന്താ? ഈശ്വരകീർത്തനങ്ങൾ ആര് പാടിയാലും തെറ്റൊന്നുമില്ലല്ലോ. സ്ത്രീകൾക്കും പാടാം, സ്ത്രീകൾക്ക് പാടില്ല എന്നില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് പാടിച്ചു. അത്യന്ത സംഘവിലയായ ഭവപ്രണുന്നോ നൂനം സ രൂപ്യഗിരിം ആപ്യമഹത് സമാജ മഹസമാജേ നിശങ്കം അംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിക തന്നുമയാഭിഷേപേ. പക്ഷേ ഏത് ഭക്തനായാലും ഈ അബദ്ധങ്ങളും തെറ്റുകളും പറ്റുന്നു കാണിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റി അദ്ദേഹത്തിന്. അത്യന്ത സംഘവിലയായ സംഘങ്ങളൊക്കെ നശിച്ചില്ലാണ്ടാവാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? കൈലാസത്തിലേക്കൊന്ന് പോയി. ചിത്രകേതു മറ്റ് വിദ്യാധരന്മാരുടെ കൂട്ടത്തിൽ സംഘങ്ങൾ ഇല്ലാണ്ടാവാൻ, അതാണ് സംഘവിലയായ, വിലയം ഇല്ലാണ്ടാവൽ. എല്ലാ സംഘങ്ങളുടെയും ഇല്ലായ്മയ്ക്കായിക്കൊണ്ട് ഭവത് പ്രണുന്നോ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട്, അങ്ങയുടെ പ്രേരണ നിമിത്തം. എല്ലാതും ഈശ്വരനാണല്ലോ. സർവം ഭവപ്രേരണ ഏവ ഭൂമൻ. ഇപ്പം നേരത്തെ പറഞ്ഞ സ്തുതികൾ ചെവിച്ചുകൊണ്ട് എന്തിനു പോയി? ഭഗവത് പ്രണുന്നോ, ഭഗവാനാൽ പ്രേരിതനായിട്ട്. എല്ലാതും ഈശ്വരനാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കുക, അയ്യോ അങ്ങനെ ആവേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു, അത് ചെയ്യേണ്ടിയിരുന്നില്ല. ഇതൊക്കെ നമ്മളാണോ പലപ്പോഴും നിശ്ചയിക്കുന്നത്? അല്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കണോ? എല്ലാറ്റിനും ഈശ്വര പ്രേരണയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഈശ്വര പ്രേരണയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്വന്തം ചിന്തയ്ക്കല്ല. ചില ചിന്തകളൊന്നും നമ്മുടെ അല്ല, പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഭവത് പ്രണുന്നോ, ഭവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഭഗവാനെ എന്ത് ചെയ്തു? നൂനം സ രൂപ്യഗിരം കൈലാസം. രൂപ്യം വെളുപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് രൂപ്യം. രൂപഗിരി എന്ന് പറഞ്ഞാൽ വെളുത്ത ശൈലം, കൈലാസം. ആപ്യ, അവിടെ എത്തിച്ചേർന്നു. മഹത് സമാജേ, അവിടെ സഭയിൽ പരമേശ്വരൻ ഇരിക്കുന്നുണ്ട്. ആ പരമേശ്വരനെ കളിയാക്കി. കാരണം പരമേശ്വരൻ എങ്ങനെ ഇരിക്കണം? നിശങ്കം അംഗകൃതവല്ലഭമംഗചാരി. അവിടെയൊക്കെ വാക്ക് വെച്ചിരിക്കുന്നത് പ്രത്യേകം നോക്കണം. മടിയിൽ പാർവതിയെ വെച്ചിട്ട് സഭയിൽ ഇങ്ങനെ ഇരിക്കുക. ജ്ഞാനി ആണ്, ലോകഗുരുവാണ് എന്ന് പറയുക ഒരു പുറത്ത് നിന്നിട്ടോ, സഭയിൽ വെച്ചിട്ട് പാർവതിയെ, സ്ത്രീയെ മടിയിൽ വെച്ചിട്ട് ഇരിക്കുകയും ചെയ്യുക. അത് സ്ത്രീജനാസക്തി കൊണ്ടല്ല എന്ന് കാണിക്കാൻ അപ്പുറത്ത് അംഗചാരി, കാമശത്രുവാണ് കേട്ടോ ഈ പരമേശ്വരൻ, അത് ഓർക്കണം. കാമാന്തകനായ ആ പരമശിവൻ സ്ത്രീയെ മടിയിൽ വെച്ചിട്ടിരിക്കുകയാണ്. അവിടെ വിരോധാഭാസമല്ലേ?
കാമനെ ഒരു പിടി ഭസ്മാക്കിയിട്ടുള്ള പരമേശ്വരനാണ് പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നത്. അതെങ്ങനെ രണ്ടും കൂടി ചേരുക? സ്ത്രീ സംഘം, സ്ത്രീ ബന്ധം ഒരിക്കലും പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷന് ഒരു തെറ്റല്ല. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അതെപ്പോഴാണ് തെറ്റാവുന്നത്? വഴിവിട്ട രീതിയിലാവുമ്പോൾ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. വഴിവിട്ട രീതിയിലാവുമ്പോഴാണ് ഇത് തെറ്റാവുന്നത്. ഒരു ആളൊക്കെ ഒരു പത്നിക്ക് ഒരു ഭർത്താവ്, അതിൽ എന്ത് തെറ്റുള്ളത്? എങ്ങനെ വേണമെങ്കിലും രമിക്കാം. ധർമ്മം അനുശാസിക്കുന്നുണ്ട്. വഴിവിട്ട രീതിയിലാവുമ്പോഴോ അത് വികൃതമാവണു. ചിലപ്പോൾ തടികേടാവും, ഇപ്പോൾ വേറെ എന്തെങ്കിലും ആവും. അതാണ് പറഞ്ഞത് ഇവിടെ. അപ്പം അദ്ദേഹം സ്ത്രീയെ വെറുത്തിട്ടുള്ള ആളല്ല ശിവൻ. കാമദേവനെയും അങ്ങനെ നോക്കുമ്പോൾ വെറുത്തിട്ടൊന്നുമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാമദേവനെ ചുട്ടരിച്ചു. അത് തൻ്റെ താപസ് മുടക്കാൻ വേണ്ടി വന്നതാണ്. താപസ് മുടക്കാൻ കാമൻ ശ്രമിക്കുമ്പോൾ അവിടെ കാമത്തിനെ ഒതുക്കണം. അവിടെ മാത്രം. അവിടെ കാമം വേണ്ടാത്ത സംഗതിയല്ല. കാമപ്രദ പ്രഭു, കാമകൃത് കാമി എന്നൊക്കെ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. എല്ലാ ജീവികളിലും കാമമായി വർത്തിച്ചിട്ടാണ് ഈ ലോകത്തിൽ വംശവർദ്ധനവുണ്ടാവുന്നത്. അതുകൊണ്ട് സ്ത്രീ സ്നേഹം, സ്ത്രീക്ക് പുരുഷ സ്നേഹം എന്നത് ഒരിക്കലും വേണ്ടാത്ത ഒന്നല്ല. പക്ഷേ സന്ദർഭം അല്ലാത്തപ്പോൾ, അസമയത്ത്, അകാലത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് വികൃതവും ധർമ്മവിരുദ്ധവും ആവുന്നു. അവിടെ കാമനെ ഒതുക്കാൻ നമുക്കറിയണം. അവിടെ മാത്രം. അത് കാണിക്കുകയാണ് വല്ലഭം അംഗജാരിയും. കാമവിരോധിയായിട്ടുള്ള ആ പരമേശ്വരനാണ് പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ വിരോധാഭാസമൊന്നുമില്ല അവിടെ. ശരിക്കും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും കാണേണ്ട കാര്യമില്ല. അംഗജാരി ആവണം വേണ്ടോടത്ത്. അല്ലാത്തപ്പോൾ അംഗജൻ്റെ ലീലകളാവും ചെയ്യാം. തെറ്റൊന്നുമില്ല. ഇവിടെ നിശങ്കം അംഗകൃതവല്ലഭം അംഗജാരീം തം ശങ്കരം പരിഹസൻ. ചിത്രകേതുവിന് ലേശൊരു തോന്നണ്ടാത്ത കാര്യം തോന്നി. അയ്യേ, ലോകഗുരുവായിട്ടുള്ള ഈശ്വരൻ ആണോ പത്നിയെ മടിയിൽ വെച്ച് സമക്ഷം ജനങ്ങളുടെ മുമ്പാകെ എങ്ങനെ ഇരിക്കുന്നത്? തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. ശങ്കരനെ പരിഹരിച്ചിട്ട് പാർവതിയാൽ ശപിക്കപ്പെട്ടു. പരമേശ്വരനിൽ ആ മഹത്വം കാണാൻ കഴിയാതെ എന്തിനാണ് പരമേശ്വരനെ നീ ആക്ഷേപിച്ചത്? അതുകൊണ്ട് നീ അസുരനായിട്ട് പോന്ന് ശപിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഈശ്വരനിലുള്ള ഈശ്വരത്വവും മനുഷ്യനുള്ള ആ വ്യത്യാസം, മനുഷ്യനാണ് എന്നതും നമ്മൾ കാണണം. നമ്മളെപ്പോലെ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നിടത്താണ് പലപ്പോഴും തെറ്റ്. ഒരിക്കലും ആവില്ലല്ലോ. ഇപ്പം നമുക്ക് വസ്ത്രം വേണമെന്ന് വിചാരിച്ച് ഭഗവാന് വസ്ത്രം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ പരമേശ്വരൻ വസ്ത്രമില്ലാണ്ടാണ് അത്രേ അവിടെ ഇരുന്നത് സഭയിൽ. എന്താ അതിൽ അത്ഭുതം? നമുക്ക് വസ്ത്രമില്ലാണ്ട് നമ്മൾ സഭയിലിരിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും നമ്മളിരിക്കലുണ്ടോ? അതുപോലെയാണോ ഈശ്വരൻ? നമ്മളെപ്പോലെ ആണ് ഈശ്വരനെങ്കിൽ പിന്നെ ഈശ്വരൻ എന്താ പ്രത്യേകത? അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ഇല്ലാത്ത ആളാണ്. ശരീരം ഇല്ലാത്ത ആൾക്ക് എന്താ സ്ത്രീ പുരുഷ ഭേദം, നഗ്നത? അദ്ദേഹത്തിന് എന്തിനാ വസ്ത്രം? ഇത്രയും മനസ്സിലാക്കാനുള്ളൂ, വേറെ ഒന്നും മനസ്സിലാക്കാനില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശരീരമേ അല്ല, അത് വ്യത്യസ്തപ്പെട്ടതാണ്. ശരീരമില്ലാത്തവർക്ക് എവിടെ നഗ്നത? ശരീരമാണല്ലോ നഗ്നത ഉണ്ടാക്കുന്നത്. നഗ്നതയില്ലാത്തവർക്ക് എന്തിനാ വസ്ത്രം? വേറൊന്നും ചിന്തിക്കാനില്ല, പറയാനുമില്ല, വിശദീകരിക്കാനുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശരീരമല്ല. ശരീരമില്ലാത്തവർക്ക് നഗ്നതയില്ല, സ്ത്രീ പുരുഷ വ്യത്യാസവും ഇല്ല. ഇതറിയാതെയാണ് ചിത്രകേതു എന്ത് ചെയ്തത്? കളിയാക്കി. കഷ്ടം, ലോകഗുരുവാണ് എന്ന് പറഞ്ഞ് നടന്ന് വസ്ത്രമില്ലാതെ സഭയിലിരുന്ന് സ്ത്രീയെ കളിയാക്കുക, സ്ത്രീയെ മടിയിൽ വെച്ചിരിക്കുക. നിശ്ചം ആണ് ഉമയാഭിഷേപേ, നീ അസുരനായിട്ട് പോ. പരമേശ്വരൻ്റെ മാഹാത്മ്യം കാണാൻ കഴിയാത്ത നീ അസുരനായിട്ട് പോ.
പരമേശ്വരൻ പാമ്പിനെ കഴുത്തിലിട്ട് നടക്കണു, നമ്മളൊരു പാമ്പിനെ കഴുത്തിലിട്ട് നടന്നാലോ? അത് വളരെ വ്യത്യാസമല്ലേ? നമ്മുടെ പ്രവൃത്തി, നമ്മൾ മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ പോണു, പരമേശ്വരൻ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് പാർവതി കയറ്റി പിന്നിൽ കയറിക്കോ എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുന്ന രംഗം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അവിടെ കാളപ്പുറത്ത് പാർവതി ഇരിക്കലും ആ പോക്കും ഒക്കെ തന്നെയാണ് യോഗ്യത. നമ്മൾ നല്ലൊരു കാറിലൊക്കെ യാത്ര ചെയ്താൽ തിരക്കല്ല, യോഗ്യനാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. അപ്പം നമ്മുടെ സ്ഥിതിയും ഈശ്വരൻ്റെ സ്ഥിതിയും വ്യത്യസ്തമാണ് എന്നൊരൊറ്റ സിമ്പിൾ കാര്യം മനസ്സിലാക്കിയാൽ, വസ്ത്രമില്ലാതെ ഇരുന്നു എന്നൊന്നും പറഞ്ഞാൽ ഒരു അത്ഭുതമില്ല. ഈശ്വരൻ ശരീരമല്ല, ശരീരമില്ലാത്തവന് നഗ്നതയില്ല, സ്ത്രീ പുരുഷഭേദമില്ല, പിന്നെ എന്തിന് വസ്ത്രം? അതറിയാൻ കഴിയണം. അവിടെയാണ് അതറിയാൻ കഴിയാത്തത് കൊണ്ട് പാർവതി ശപിച്ചു. ശാപം കിട്ടിയപ്പോൾ ചിത്രകേതുവിന് തോന്നി താൻ വലിയ തെറ്റ് പറ്റിയിരിക്കണു. ആരെയാ കളിയാക്കിയേ? അംഗചാരിയും കാമവിരോധി, കാമനെ കൊന്ന ആളാണ് പരമേശ്വരനെ. കാമാസക്തി ഒട്ടുമില്ല എന്ന് വേണം തന്നെ, അങ്ങനെ തന്നെ പറയണം. കാമനെ ചൂടാൻ സാധാരണ രീതിയിൽ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിവന് മാത്രമേ ഉള്ളൂ. ആ ശിവനെയല്ലേ താൻ സ്ത്രീ ആസക്തൻ എന്ന് പറഞ്ഞ് കളിയാക്കിയേ. ഈശ്വര, വലിയ തെറ്റ്, ചെറിയ തെറ്റല്ല, വലിയ തെറ്റ് തനിക്ക് സംഭവിച്ചിരിക്കുന്നു ചിത്രകേതു മനസ്സിലാക്കി. നിസ്സംഭ്രമത്വയമയാചിത ശാപമോക്ഷോ, അദ്ദേഹം ശാപമോക്ഷം പോലും ചോദിച്ചില്ല. കാരണം തനിക്ക് ശിക്ഷ കിട്ടണം എന്ന് സ്വയം ചിന്തിച്ചു. ആ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടവനാണ്. അതുകൊണ്ട് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല ശാപം കിട്ടിയപ്പോൾ. നിസ്സംഭ്രമ ത്വയം അയാചിത ശാപമോക്ഷോ, ശാപമോക്ഷം യാചിച്ചില്ല. വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോഗി, വൃത്രാസുരനായിട്ട് ജനിച്ചു. വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോഗി, ഇന്ദ്രനെ നേരിട്ടു. ഭക്തി ആത്മതത്വകഥനേഹി, എന്തൊക്കെ തത്വങ്ങളാണ് ഇന്ദ്രന് പറഞ്ഞു കൊടുത്തത് എന്ന് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. വിജയവും ജയവും ഒരേപോലെ എടുക്കണം ഇന്ദ്ര, ലാഭവും നഷ്ടവും ഒരേപോലെ എടുക്കണം, മാനവും അഭിമാനവും ഒരേപോലെ എടുക്കണം, മാനവും മാനമില്ലായ്മയും. ഇതിലെല്ലാം തുല്യത പ്രാപിച്ച് എപ്പോഴും വിജയിക്കുന്ന ആൾ ഈശ്വരനേ ഉള്ളൂ. നമ്മളൊക്കെ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. തോൽവിയൊന്നും നമുക്ക് ചേരാത്ത ഒന്നാണെന്ന് ധരിക്കൊണ്ടാണ് ഈ കുഴപ്പം. എന്തുകൊണ്ട് നമുക്കായിക്കോളും, ഒരാൾ തോറ്റാലേ ഒരാൾ ജയിക്കുള്ളൂ. ഇതെല്ലാം ഉണ്ടാവും. ഇപ്രകാരം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവിടെ ആത്മതത്വകഥനേ എന്ന വാക്കിൽ ഒതുക്കിയിരിക്കണം. ആത്മതത്വങ്ങൾ പറയുന്നത് അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. ഭഗവാനുള്ള ഭക്തി ഉണ്ടാവണം എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് പേടിയില്ല, എൻ്റെ ഭഗവാന്റെ പാദപത്മത്തെ ഭരിച്ചുകൊണ്ടായിരിക്കും ഞാൻ മരിക്കുക എന്നീ പ്രകാരമുള്ള കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിക്കേണ്ട രീതിയിൽ പറയുന്നുണ്ട് അവിടെ. ഭക്തി ആത്മതത്വകഥനെ സമരേ വിചിത്രം, ഇന്ദ്രനുമായിട്ടുള്ള സമരം, യുദ്ധത്തിൽ ശത്രുരപി പ്രമമപാത്യഗതപദന്തേ, ശത്രുവായിരിക്കുന്ന ഇന്ദ്രന് പോലും ആത്മജ്ഞാനം നൽകി ഭഗവാനെ അങ്ങയുടെ സ്ഥാനത്തേക്ക് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.